നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ. സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. എ. സുരേഷുമായി കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സുരേഷ് പ്രതികരിച്ചത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് കൂടുതൽ അപ്ഡേറ്റ് നൽകുന്നു. പറയൂ ഷാരിഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വി എസിൻ്റെ വിശ്വസ്തനും അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റന്റുമായിരുന്ന എ. സുരേഷുമായി അല്പസമയം മുമ്പ് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ മലമ്പുഴ മണ്ഡലം മാത്രമല്ല കോൺഗ്രസിന് പാലക്കാട് സീറ്റുള്ള പല മണ്ഡലങ്ങളും KPCC നേതൃത്വം ഓഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഏറെക്കാലമായി CPM-മായി അകൽച്ചയിലാണ് എ. സുരേഷ് ഉള്ളത്. അപ്പോൾ CPM-ൽ നിന്ന് ഒരു വിട്ടുപോക്കോ അല്ലെങ്കിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. KPCC നേതൃത്വമാണ് അദ്ദേഹത്തോട് ചർച്ച നടത്തിയിട്ടുള്ളത്. മലമ്പുഴ മണ്ഡലം മാത്രമല്ല പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന് സീറ്റുള്ള മറ്റു മണ്ഡലങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട്. വി എസ് ഏറെക്കാലം ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. CPM-ന്റെ കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണ് മലമ്പുഴ. അപ്പോൾ ഈ മലമ്പുഴയിൽ വി എസിൻ്റെ തന്നെ വിശ്വസ്തനായ ഒരാളെ മത്സരിപ്പിക്കുക എന്നത് കോൺഗ്രസിൻ്റെ ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയാണ്. കാരണം വി എസിൻ്റെ വിശ്വസ്തനെ മത്സരിപ്പിക്കുന്നതിലൂടെ ഈ മലമ്പുഴ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ കൂടെ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഇതിനു മുൻപ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ചെറാട്, അതേപോലെ തന്നെ ഇപ്പോൾ മരുത റോഡ് പഞ്ചായത്ത് അംഗം KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാർ എന്നീ പേരുകളാണ് മലമ്പുഴ മണ്ഡലത്തിൽ ചർച്ച ചെയ്തിരുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇപ്പോൾ ഒരു അപ്രതീക്ഷിത നീക്കമായാണ് ഇപ്പോൾ ഈ എ. സുരേഷിന്റെ പേര് ചർച്ചയിൽ വന്നിരിക്കുന്നത്. KPCC നേതൃത്വം, അതായത് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് ചർച്ച നടത്തി. അദ്ദേഹം ഇതുവരെ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോൺഗ്രസിനൊപ്പം, അതായത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമോ അതോ CPM വിടണമോ എന്നുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നമ്മളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹം CPM-വുമായുള്ള അകൽച്ച കോൺഗ്രസ് മുതലെടുത്ത് കോൺഗ്രസ് സീറ്റ് നൽകി UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയുള്ളൂ. അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും ഇതിൽ വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളോട് തറപ്പിച്ച് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.